പ്രിയ സുഹൃത്തുക്കളെ, വിശുദ്ധ ബൈബിളിൽ നാം കാണുന്ന ശക്തമായ ഒരു വ്യക്തിത്വമാണ് അബ്രഹാം പിതാവ്. വിശ്വാസികളുടെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നു. അബ്രഹാം പിതാവിന് ബൈബിൾ അനുസരിച്ച് 100-ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് എന്ന ഒരു മകനുണ്ടാകുന്നത്. ഇത് മുസ്ലിം പാരമ്പര്യമനുസരിച്ച് അബ്രഹാം എന്നുള്ളതിന് ഇബ്രാഹിമും ഇസഹാക്കിന് വരോടെ ഇസ്മായിലിനെ കാണിക്കുന്നത്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ബൈബിൾ അനുസരിച്ചാണ് ഈ പറയുന്നത്. 100-ാമത്തെ വയസ്സിൽ മകനുണ്ടാവുന്നു. അവന് ഇസഹാക്ക് എന്ന പേരിട്ടു. ഈ ഇസഹാക്കിനെ കർത്താവ് പറഞ്ഞു, എനിക്ക് ബലി കഴിക്കണമെന്ന് അബ്രഹാത്തോട്. 100-ാമത്തെ വയസ്സിലുണ്ടാകുന്ന മകനാണ്. അപ്പോൾ 100-ാമത്തെ വയസ്സിലുണ്ടാകുന്ന മകനെ എനിക്ക് ബലി കഴിക്കണം എന്ന് പറയുമ്പോൾ സാധാരണക്കാരനായ ഒരു പിതാവാണെങ്കിൽ സൗകര്യമില്ല എന്നേ പറയുള്ളൂ. പക്ഷെ ബൈബിളിൽ ഇങ്ങനെ കുറേ കഥാപാത്രങ്ങളെ കാണാം. ജോബ് ഇങ്ങനെ തന്നെ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ജോബ് പറഞ്ഞു. ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, മക്കളുണ്ടായിരുന്നു, എല്ലാം. ദൈവം ഓരോന്നിനെയും പിശാച് പരീക്ഷിക്കാൻ നോക്കിയപ്പോൾ ഓരോന്നിനെ എടുത്തു. അപ്പോഴൊക്കെ ജോബ് പറഞ്ഞൊരു വാക്കാണ്, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന്. ഇവിടെ അബ്രഹാം മറുത്തൊന്നും പറയുന്നില്ല. അപ്പോൾ മകൻ ഇസഹാക്കിനെയും കൊണ്ട് അബ്രഹാം മോറിയ മലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പറയാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. അബ്രഹാം ഒരിക്കലും തൻ്റെ ഭാര്യ സാറായോട് മകനെ ബലി കഴിക്കാൻ കൊണ്ടുപോവുകയാണ് എന്ന് പറഞ്ഞില്ല. 2 കാര്യങ്ങളായിരിക്കും എൻ്റെ ചിന്ത അനുസരിച്ച്. അങ്ങനെ പറഞ്ഞെങ്കിൽ സാറ ഒരിക്കലും സമ്മതിക്കാൻ സാധ്യതയില്ല. കാരണം അവളുടെയും വാർദ്ധക്യത്തിലാണ് ഇസഹാക്കുണ്ടായത്. കാണാതെ ഇരുന്ന് കണ്ട ഒരു കുഞ്ഞാണ് അബ്രഹാമിന് ഇസഹാക്ക്. അപ്പോൾ ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ സാറായോട് പറഞ്ഞില്ല എന്നതിന് 2-ാമത്തെ കാര്യം, അബ്രഹാത്തിന് സ്വന്തം ഭാര്യയെ വിഷമിപ്പിക്കാൻ താല്പര്യമില്ലായിരുന്നു എന്നതാണ് ഇതിനകത്തെ സത്യം. അപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തിൽ നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, പരസ്പരം വേദനിപ്പിക്കാതെ ജീവിക്കാൻ സാധിക്കുക എന്നത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയോ, മക്കൾ മാതാപിതാക്കളെയോ, മാതാപിതാക്കൾ മക്കളെയോ, അധ്യാപകർ വിദ്യാർത്ഥികളെയോ, വിദ്യാർത്ഥികൾ അധ്യാപകരെയോ, സമൂഹത്തെയോ, ആരെയും തന്നെ പരസ്പരം വേദനിപ്പിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ അവിടെയാണ് ഭൂമിയിലെ സ്വർഗം ഉണ്ടാകുന്നത്. എന്നിട്ട് ഇനിയും അബ്രഹാം മുമ്പോട്ട് പോകുമ്പോൾ ബലിക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം വിറകെടുത്ത് കത്തിക്കണമല്ലോ. പിന്നെ വെട്ടുവാൻ കത്തിയെടുത്തു. തീ തീർച്ചയായിട്ടും എടുത്ത് കാണാതിരിക്കാം. അപ്പോൾ ഇതിങ്ങനെ നടന്ന് പോകുമ്പോൾ ഈ മോറിയ മല കയറുമ്പോൾ ഈ കുഞ്ഞ് ഹൃദയഭേദകമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇതാണ്, അപ്പം നമ്മുടെ കയ്യിൽ വിറകുണ്ട്, വെട്ടാനുള്ള കത്തിയുണ്ട്, എവിടെ ബലിമൃഗം? ഈ ഒരു ചോദ്യം നമ്മുടെയൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? കുഞ്ഞിനെ വാരിപ്പുണർന്ന് അവനെ എടുത്തുകൊണ്ട് മല താഴെയിറങ്ങിനെ, അല്ലേ? അതൊരു പിതാവിൻ്റെ ജന്മസിദ്ധമായ സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണത്. എന്നാൽ അബ്രഹാം പറഞ്ഞു, അത് ദൈവം കരുതിക്കോളും. ഇസഹാക്ക് പിന്നെ ഒന്നും ചോദിച്ചില്ല. മോറിയ മലമുകളിൽ കയറുന്ന അബ്രഹാം അവിടെ ഒരു ബലിപീഠം ഉണ്ടാക്കി, ഈ വിറകല്ലാടിക്ക് വെച്ചിട്ട്. എന്നിട്ട് ഇസഹാക്കിൻ്റെ കൈ പിന്നിലേക്ക് പിണച്ച് കെട്ടി. സാധാരണ കൊച്ചുകുട്ടിയാണെങ്കിൽ നമ്മൾ ഓടിപ്പോകും, അല്ലെ കരയും. അവൻ കരഞ്ഞോ ഇല്ലയോ എന്ന് ബൈബിൾ എഴുതിയിട്ടില്ല. എന്നിട്ട് ആ വിറകിൻ്റെ മേളിൽ ഈ കുട്ടിയെ കിടത്തിയിട്ട് കത്തിയെടുത്ത് വെട്ടാൻ ഓങ്ങുകയും കത്തി തെറിച്ചു പോവുകയും ചെയ്യുക. അപ്പോൾ ഒരു സ്വരം ഉണ്ടായി, ബാലൻ്റെ മേൽ കൈവെക്കരുത് എന്ന്. ബാലൻ്റെ മേൽ കൈവെക്കരുത്. ഇവിടെ യഹോവയായ ദൈവം അബ്രഹാത്തിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, വളരെ വിനീതമായി മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് കഴിയുന്ന ഒരു സന്താനത്തെ നമുക്കവിടെ കാണാൻ സാധിക്കും. അവൻ കുതിര മാറിയില്ല. അബ്രഹാം അതുപോലെ തന്നെ തൻ്റെ ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും മാറിയില്ല. അതോടൊപ്പം
സാറായെ വേദനിപ്പിച്ചില്ല. ഇനിയും ഈ കഥയുടെ ഈ സംഭവത്തിൻ്റെ അടുത്തൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അബ്രഹാം ബലി കഴിച്ചു. ദൈവം ഒരാട്ടിൻകുട്ടിയെ കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ട് ആട്ടിൻകുട്ടിയെ അവിടെ വെച്ച് ബലി കഴിച്ചിട്ട് തിരിച്ച് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗുണപാഠമൊന്നും ഞാൻ പറയുന്നില്ല, അപ്പുറം നമ്മൾ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. പക്ഷെ ഒരു കാര്യം മനസ്സിലോർക്കുക, ആർക്കും സഹായം ചെയ്തില്ലെങ്കിലും ഒരാളുടെ മനസ്സിനെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ അവിടെയാണ് നമ്മളിലെ മനുഷ്യരുള്ളത്. ജോൺസൺ കരൂർ.